നമസ്കാരം. പഹൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ മതം ചോദിച്ച് ഇന്ത്യക്കാരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഒരു സൈനിക നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ശക്തമായി തന്നെ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. റഫേൽ അതോടൊപ്പം തന്നെ അത് ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ ഇന്ത്യ പാകിസ്ഥാനിൽ പ്രയോഗിച്ചു. കൂടാതെ പാകിസ്ഥാന്റെ മിക്ക കേന്ദ്രങ്ങൾ നമ്മൾ തകർത്തപ്പോൾ പാകിസ്ഥാൻ ആരോപിച്ചത് ഇന്ത്യയുടെ റഫേൽ വിമാനം പാകിസ്ഥാൻ തകർത്തു എന്നൊരു അവകാശവാദമായിരുന്നു. പക്ഷെ നിലവിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് US പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുകയാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിക്കിടെ ഇന്ത്യയുടെ റഫാൽ വിമാനങ്ങൾ തകർക്കപ്പെട്ടുവെന്ന പ്രചാരണത്തിന് പിന്നിൽ ചൈനയാണെന്ന് USന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. US കോൺഗ്രസിന്റെ ഉപദേശക സമിതിയാണ് വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിൽ ചൈനയാണെന്ന റിപ്പോർട്ട് പുറത്തുവിട്ടത്. AI നിർമ്മിത ചിത്രങ്ങളും വിവരങ്ങളും ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വ്യാപകമായ പ്രചാരണമാണ് നടന്നതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. US ചൈന എക്കണോമിക് ആൻഡ് സെക്യൂരിറ്റി റിവ്യൂ കമ്മീഷൻ US കോൺഗ്രസിന് സമർപ്പിച്ച വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. റഫാൽ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളെന്ന് തോന്നിക്കുന്ന AI നിർമ്മിത ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ ചൈന വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിച്ചതായി റിപ്പോർട്ട് പറയുന്നുണ്ട്. ചൈനീസ് പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യൻ അതോടൊപ്പം തന്നെ ഫ്രഞ്ച് വിമാനങ്ങളെ നശിപ്പിച്ചതായി ചിത്രീകരിക്കാനാണ് ഇവർ ശ്രമിച്ചത്. ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്ന ഫ്രഞ്ച് നിർമ്മിത റഫാൽ യുദ്ധവിമാനത്തിന്റെ ആഗോള വിപണി ആ സാധ്യതകളെ തകർക്കുക എന്നതായിരുന്നു ബീജിംഗിന്റെ പ്രധാന ലക്ഷ്യം. ഇതിലൂടെ ചൈനയുടെ യുദ്ധവിമാനമായ J-35ന്റെ വിപണി സാധ്യതകൾ വർദ്ധിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലല്ലാതെ ഭൗമരാഷ്ട്രീയ ഫലങ്ങളെ സ്വാധീനിക്കാനുള്ള തന്ത്രമാണിതെന്നും റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നുണ്ട്. ഇത് ചൈനയുടെ ഗ്രേ സോൺ തന്ത്രത്തിന്റെ ഭാഗമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏപ്രിലിൽ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി മെയ് മാസത്തിലാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും വ്യോമത്താവളങ്ങളും ഇന്ത്യ ആക്രമിച്ചു. ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നത് കൂടുതലും ചൈനയുടെ ആയുധങ്ങളായിരുന്നു. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ സൈനിക നില മെച്ചപ്പെട്ടതിന് പിന്നാലെ ചൈന വ്യാജ പ്രചാരണങ്ങൾ ആരംഭിച്ചു. ഇന്ത്യ പാക് സംഘർഷം തങ്ങളുടെ ആയുധങ്ങളുടെ മേന്മ ഉയർത്തിക്കാട്ടാനുള്ള അവസരമായി ചൈന വിനിയോഗിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഇന്ത്യ പാകിസ്ഥാന്റെ 5 യുദ്ധവിമാനങ്ങളും ഒരു വ്യോമ പ്രതിരോധ സംവിധാനവും തകർത്തുവെന്ന് എയർ ചീഫ് മാർഷൽ AP സിംഗ് ഓഗസ്റ്റിൽ സ്ഥിരീകരിച്ചിരുന്നു. ഇന്ത്യ ചൈന ബന്ധത്തെപ്പറ്റിയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതിർത്തി തർക്കം നിലനിൽക്കെ തന്നെ SCO ഉച്ചകോടിക്കായി ചൈനയിലെത്തിയത് ഇന്ത്യക്കെതിരെ ചുമത്തിയ 50% നികുതിയുടെ പശ്ചാത്തലത്തിലാണെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.